ഹായ്. ചോദ്യം നോക്കാം. ദേ ഒരു സർക്കിൾ ഉണ്ട്, അതിനകത്ത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉണ്ട്. ഡയമീറ്റർ 10 സെന്റിമീറ്റർ ആണ്. ഡയമീറ്റർ 10 സെന്റിമീറ്റർ ആക്കിയിട്ടാണ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരച്ചേക്കണേ. അപ്പൊ ട്രയാംഗിൾ ഇങ്ങനെ ഇരിക്കും. ഇവിടത്തെ ആംഗിൾ 90 ഡിഗ്രി. ഇനി ബിയിൽ നിന്ന് നമുക്ക് വെർട്ടെക്സിൽ നിന്ന് ബിയിൽ നിന്ന് ഒരു ഓൾട്ടിറ്റ്യൂഡ് വരയ്ക്കണം. അപ്പൊ ഇവിടെയാണ് ബി ട്ടോ. ബി ഇവിടെ എ, ഇവിടെ സി, ഇവിടെ സി. ഇനി ബിയിൽ നിന്ന് നമ്മൾ നേരെ താഴോട്ടൊരു ലൈൻ വരച്ചു. അതിന് ഡി, എ ഡി, ഇവിടെ ഡി എന്നാണ് പേര്. ഇവിടുത്തെ ആംഗിൾ 90 ഡിഗ്രി. 90 ഡിഗ്രി. എ സി എത്രയാന്ന് തന്നിട്ടുണ്ട്? എ സിയിലല്ലോ, എ സി കണ്ടുപിടിക്കണം. ഹൈപ്പോട്ടന്യൂസ് എ സി ആണ്. അല്ല, എ ബി 6 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. എ ബി 6 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബി സി എത്രയായിരിക്കും? 8 ആയിരിക്കും. അതെങ്ങനെ കിട്ടുക? 10, 6, 8 എന്ന് പറയുന്നത് ഒരു ട്രിപ്ലറ്റ് ആണ്. റൈറ്റ് ആംഗിൾ ട്രയാംഗിളേ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോ ഒരു 6, മറ്റേത് 10 ആണെങ്കിൽ മൂന്നാമത്തെ 8 എന്ന് കിട്ടും. ട്രിപ്ലറ്റ് എന്ന് പറയും. ഇനി കണ്ടുപിടിക്കേണ്ടത് എ ഡി ആണ്. എ ഡിയുടെ ലെങ്ത് ഇത് എത്ര എന്നാണ് ചോദ്യം. അതിനു വേണ്ടിട്ട് നമ്മൾ ചെയ്യേണ്ടത് എത്ര ഉള്ളൂ? ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്നതും ട്രയാങ്കിൾ എ ഡി ബി എന്ന് പറയുന്നതും സിമിലർ ആണ്. കാരണം എ എന്ന് പറയുന്ന ആംഗിൾ കോമൺ ആണ്, ബി 90 ഡിഗ്രി ആണ്, ഡി 90 ഡിഗ്രി ആണ്. അപ്പൊ രണ്ട് ആംഗിൾ സെയിം ആണ്, അതുകൊണ്ട് സിമിലർ ആണ്. ഇനി റേഷ്യോ എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും: എ ബി ബൈ എ സി, എ ബി ബൈ അവിടെ എ ഡി, എ ബി ബൈ എ ഡി ഇസ് ഈക്വൽ ടു ഇവിടെ നിന്ന് ഇങ്ങോട്ട് എ സി ഡിവൈഡഡ് ബൈ എ ബി. വീണ്ടും എ ബി കണ്ടുപിടിക്കേണ്ടത് എ ഡി ആണ് കേട്ടോ. എ ബിയുടെ വാല്യൂ എത്രയാ? 6/AD ഇസ് ഈക്വൽ ടു എ സി എന്ന് പറഞ്ഞാൽ 10/AB എന്ന് പറഞ്ഞാൽ 6. 6 ഇങ്ങോട്ട് പോകുമ്പോ എ ഡി ഇങ്ങോട്ട് വന്നു, 10 ഇങ്ങോട്ട് വരുന്നു. അപ്പൊ 36/10 ഇസ് ഈക്വൽ ടു എ ഡി എന്ന് കിട്ടും. 36/10 എന്ന് പറഞ്ഞാൽ 3.6. 3.6. സിമിലാരിറ്റി പ്രൂവ് ചെയ്യാനൊന്നും നിൽക്കണ്ട, മനസ്സിലാക്കി പടപടാന്ന് എഴുതാം. ഇതൊരു മെത്തേഡാണ്. വേറൊരു മെത്തേഡ് കൂടി ഉണ്ട്.